സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ മകാരിപ്പം കർത്താവ് ഇടയാക്കാനായിട്ട് നന്ദി പറയാം. ദൈവം നടത്തിയ എല്ലാ വിഴങ്ങൾക്കായിട്ടും കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദിയോടെ ആയിരിക്കുന്നു. ഒരു മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രശ്നമായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നിൻ്റെ സന്നിധി ഞങ്ങളായിരിക്കുന്നു കർത്താവേ, നീ സഹായിക്കണം. കർത്താവേ, കുട്ടി വരുത്തിയ എല്ലാ മക്കൾക്കായി സ്തോത്രം. കർത്താവേ, നിൻ്റെ വചനം കർത്താവേ, നീ പറയുന്ന കാര്യങ്ങൾ മാത്രം സംസാരിപ്പാൻ തക്കണം കർത്താവേ, നീ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന കർത്താവേ, ഞങ്ങൾക്കെല്ലാവർക്കും മനസ്സാന്തരത്തിനും കർത്താവ് വീണ്ടും ജനത്തിനും കാരണമായി തീരുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവം ഈ ആഴ്ചകളായിട്ട് നമ്മളെ ദൈവം ഓരോ ദിവസവും വചനം തന്ന് നമ്മളെ നടത്തുന്നു. അതിനായിട്ട് ഞാൻ നന്ദിയോടെ ആയിരിക്കുന്നു. എന്നോട് സംസാരിച്ച ചില കാര്യങ്ങൾ ഇന്ന് കർത്തൃമേശ നമ്മുടെ ഒപ്പമുണ്ട്. അതിനകത്ത് യോഹന്നാൻ്റെ 6-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. അതിനകത്ത് ചില വാക്യങ്ങൾ 25 മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. അതായത് അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. ചില ചോദ്യങ്ങൾ, അതായത് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതിന് ശേഷം കർത്താവിനെ തിരഞ്ഞു വരുന്ന ശിഷ്യന്മാരെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ ആ വരുന്ന ആൾക്കാരെക്കുറിച്ചുള്ള ഒക്കെ ചില കാര്യമാണ്. കടൽക്കര, അതായത് 25 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, കടൽക്കര അവനെ കണ്ടെത്തിയപ്പോൾ, റബി, നീ ഇപ്പോൾ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്നതുകൊണ്ട് തൃപ്തരായതുകൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിക്കുവിൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ ഇത് മൊത്തമായിട്ട് വായിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ താഴെ കർത്താവ് ചില കാര്യങ്ങൾ ഇങ്ങോട്ട് പറയുന്നത് തന്നെ വളരെ പറഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ചില കാര്യങ്ങളുണ്ട്. ഓരോന്നും വായിക്കുന്നില്ല, കാരണം അതിൻ്റെ താഴോട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അതിന് ശേഷം ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അതിൻ്റെ 44 മുതൽ, അല്ലെങ്കിൽ 47 മുതൽ ഞാൻ വായിക്കാം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവൻ നിത്യജീവനുണ്ട്. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചു പോയല്ലോ. ഇതാ, തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പം ആകുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുക്കുവാനിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. ആകയാൽ യഹൂദന്മാർ നമുക്ക് തൻ്റെ മാംസം തിന്നുവാൻ തരുമോ എന്ന് എങ്ങനെ കഴിയും എന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചു. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. അതിന് താഴെ ഇങ്ങോട്ട് എഴുതിയിരിക്കുന്നു, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അതിൻ്റെ താഴോട്ട് എഴുതിയിരിക്കുന്നു, എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയമാവുന്നു. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പം ഇത് ആകുന്നുവെന്ന് പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെ അല്ല, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. അതായത് ഇത് എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യം, ഒരു അപ്പത്തിൻ്റെ കാര്യമാണെങ്കിലും അത് പറഞ്ഞു വരുന്ന ആ ഒരു കാര്യം, ആ കർത്താവ് അവരെ, ശിഷ്യന്മാരെ, അല്ലെങ്കിൽ അവിടെ കൂടിയിരുന്നവരെ മൊത്തമായിട്ട് അവരോട് പറയുന്ന ഒരു കാര്യമാണ്. അതിനുശേഷം അതിൻ്റെ താഴോട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യം, അതിൻ്റെ താഴോട്ട് എഴുതിയിരിക്കുന്നു, അവൻ്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട്, ഇത് കഠിന വാക്ക്, ഇത് ആർക്ക് കേൾക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവർ ഭയന്നു പോയി. കാരണം ഇത്രയും ഒരു വചനം, അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്ന അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് വളരെ ഭയമുണ്ടായി. ഇതെങ്ങനെ കഴിയും, അല്ലെങ്കിൽ ഇത് വളരെ കഠിനമായ വാക്ക് എന്ന് പറഞ്ഞ് അവർ തമ്മിൽ പറയുന്നു. ശിഷ്യന്മാർ അതിനെ ചൊല്ലി പിറുപിറുക്കുന്നത് യേശു തന്നിൽ തന്നെ അറിഞ്ഞ് അവരോട്, ഇത് നിങ്ങൾക്ക് ഇടർച്ചയാകുന്നുവോ? മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്തേക്ക് കയറിപ്പോകുന്നത് നിങ്ങൾ കണ്ടാലോ? ജീവിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാവുന്നു. എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് പറഞ്ഞു. വിശ്വസിക്കാത്തവർ ഇന്നവരെന്നും തന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ഇന്നതെന്നും യേശു ആദ്യം മുതൽ അറിഞ്ഞിരുന്നു. അതിനുശേഷം അതിന് താഴെയിരിക്കുന്നു, ഇത് ഹേതുവായിട്ടത്രേ ഞാൻ നിങ്ങളോട് പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞത് എന്നും അവൻ പറഞ്ഞു. അന്നു മുതൽ അവൻ്റെ ശിഷ്യന്മാർ പലരും പിൻവാങ്ങി പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചിട്ടില്ല. അപ്പം കർത്താവ് പറഞ്ഞു വന്ന ഒരു കാര്യം,
വ്യക്തമായിട്ട് കർത്താവ് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന്, അല്ലെങ്കിൽ ഞാനാവുന്നു അപ്പമെന്നും ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്നും എന്നോട് അല്ലാണ്ട് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല എന്നുള്ളൊരു കാര്യം ശിഷ്യന്മാർക്കത്, അല്ലെങ്കിൽ അവിടെ കൂടിയിരിക്കുന്നവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ, അന്ന് വരെ ശിഷ്യന്മാരായിട്ട് അവരുടെ ഒപ്പമുണ്ടായിരുന്നവർ അവർ ഇത് കഠിനവാക്കെന്ന് പറഞ്ഞ് അവർ അത് പിൻവാങ്ങിപ്പോകുന്ന ഒരു കാര്യം അവിടെ കാണുന്നു. അതിനുശേഷം ആകയാൽ യേശു പന്തിരുവരോട്, നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. അതിന് ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. നീ ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, പന്തിരുവരോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾക്കും പോകാം. അതെ, കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, അത് നിങ്ങൾക്കും പോകാം. അതെ, നിങ്ങൾക്കും നിൽക്കേണ്ട കാര്യമില്ല. കാരണം കുറച്ച് പേർ പോയി അത് കഠിനവാക്കെന്ന് വിശ്വസിച്ച്, അല്ലെങ്കിൽ അവരത് മനസ്സിലാക്കി ഇത് മുമ്പോട്ട് ചെയ്യാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവർ കടന്നുപോയി. പക്ഷേ നമ്മൾ ആദ്യം മുതൽ കാണുന്ന ഒരു കാര്യം, അവരൊക്കെയും കടന്നു വന്നത് അവിടെ കൂടിയിരുന്നപ്പോൾ അവർക്ക് നല്ല ഭക്ഷണം കിട്ടി. ആ ഭക്ഷണമൊക്കെ കഴിച്ച് അവർ വളരെ സമൃദ്ധമായി ആ കൂട്ടത്തിലൂടെ കടന്നു പോന്നു. അതിനുശേഷം വചനങ്ങൾ കേട്ടു തുടങ്ങി. അത് കർത്താവ് അവരോട് പറഞ്ഞു തുടങ്ങി എൻ്റെ വചനങ്ങളെക്കുറിച്ച്. സാക്ഷാൽ അപ്പം ഞാനാവുന്നു, ഞാൻ എന്നെ ഭക്ഷിക്കുന്നവൻ ഒരു നാളും വിശക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു തുടങ്ങി. ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് അവർക്കത് മനസ്സിലായി, ഇത് കഠിന വാക്കാണെങ്കിൽ ഇത് നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. കാരണം അങ്ങനെയൊന്നും നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. നമുക്ക് ഭക്ഷണമൊക്കെ വേണം, നമുക്ക് കൂടെ സഞ്ചരിക്കാനൊക്കെ കഴിയും. അതെ, ഇന്നും നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ദൈവമക്കളാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം ധാരാളം നമ്മൾ കേൾക്കുന്നു. അതെ, അതുകൊണ്ട് നമ്മൾക്ക് എന്തുണ്ടാകുന്നു? നമ്മൾക്ക് ആ കൂടെ നടക്കുമ്പോൾ ഭക്ഷണം കിട്ടുന്നു, അല്ലെങ്കിൽ ഭൗതികമായ പല കാര്യങ്ങൾ നമ്മുടെ ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾക്കെല്ലാം ഉതകുന്ന പല കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആഴത്തിലോട്ട് ഇറങ്ങിയിട്ട് ഈ ദൈവത്തിൻ്റെ വചനം, അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും നമ്മൾ അനുസരിക്കേണ്ട കാര്യങ്ങളിലോട്ട് വരുമ്പോൾ അത് വളരെ കഠിന വാക്കാണ്. കാരണം ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ പല കാര്യങ്ങൾ നമ്മൾ ആസ്വദിക്കുകയും ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് പോകാൻ ഒരിക്കലും കഴിയത്തില്ല. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഒന്ന് നമ്മൾ അറിയുന്നു, ആ കർത്താവിൻ്റെ ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ അതായത് അല്ലെങ്കിൽ കർത്തൃമേശയോടുള്ള മധ്യത്തിലായിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഈ അപ്പമൊക്കെ ഭക്ഷിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഈ കടന്നു പോകുന്ന ആ അവസരം, ഇന്നലെ സഹോദരൻ പറയുണ്ടായി, നമ്മളിവിടെ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വാല്യൂ നമ്മൾ തിരിച്ചറിയണം. നമ്മൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നും, നമ്മളിത് ഭക്ഷിക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി അവൻ്റെ മാംസം നമ്മൾക്ക് വേണ്ടി നുറുക്കപ്പെട്ടു, അവൻ്റെ രക്തം നമുക്ക് വേണ്ടി ഒഴുകി. അതെ, അതുമൂലമാണ് നമ്മൾ ഇന്നും ആ ക്രൂശിലൂടെ നമ്മൾ കാണുന്ന ഒരു സ്നേഹം, ആ സ്നേഹമാണ് നമ്മളെ വീണ്ടെടുത്തത്. അതെ, നമ്മളെല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിൽ അവനെ അറിഞ്ഞപ്പോൾ, നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ കേട്ടു, സത്യം നിങ്ങളറിയുക, ആ സത്യം നമ്മളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുന്ന ഒരു കാര്യം. അതിനു മുമ്പ് നമ്മൾ കേട്ടു, ആ കർത്താവിൻ്റെ നമ്മളറിയുമ്പോൾ, നമ്മളവനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി മരിച്ചു എന്നും, അത് നമുക്ക് വേണ്ടിയായിരുന്നെന്നും, നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടിയായിരുന്നെന്നും, അവൻ അടി കൊണ്ടതും ഞുറുക്കപ്പെട്ടതും ആ മാംസമെല്ലാം ആ പിച്ചു ചീന്തിയതെല്ലാം നമ്മൾക്ക് വേണ്ടിയാണെന്നുള്ള ഒരു കാര്യം നമ്മൾ കേട്ടു. അതെ, ഇന്നും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ആ പാവമെല്ലാം കഴുകിക്കളഞ്ഞ് ദൈവം നമ്മളെ വിശുദ്ധരും വിശുദ്ധമതികളായിട്ട് നമ്മളെ ഇവിടെ നിർത്തിയിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ആ ഒരു പണിയിലാണ് കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത്. അപ്പോഴാണ് ഇതുമായിട്ട് ചിന്തിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, അതെ, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്കും പോകാൻ. അപ്പോൾ പത്രോസ് പറയുന്ന ഒരു കാര്യം, അതെ, ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ, അല്ലെങ്കിൽ നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. നീ ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മളും അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അവൻ പൂർണ്ണമായിട്ടും നിത്യജീവൻ്റെ വചനങ്ങൾ അവൻ്റെ പക്കലുണ്ടെന്ന് നമ്മളറിയുന്നു, നമ്മളിത് അറിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും നീ ദൈവത്തിൻ്റെ പരിശുദ്ധനെന്നും ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അതെ, ഞാൻ പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ന്നു. കാരണം നമുക്ക് പലരും പിൻവാങ്ങിപ്പോയപ്പോഴും, പലരും ഈ വചനങ്ങൾ കേട്ടിട്ട് എറിപ്പോയപ്പോഴും കർത്താവ് നമ്മളെ കാണുകയും, അതായത് അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, ആകയാൽ യേശു പന്തിരുവരോട് നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. അന്നു മുതൽ ചോദിച്ചു ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോവും? അതെ, അവർ ചോദിക്കുന്നൊരു ചോദ്യം ഇന്ന് നമ്മളിവിടെ ആയിരിക്കുമ്പോഴും
ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമുക്ക് പോകാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഒരാളുടെ അടുക്കലേക്ക് നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ചെല്ലുവാൻ കഴിയത്തുള്ളൂ. അത് നമ്മുടെ കർത്താവാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതിനായിട്ട് നമുക്ക് നന്ദി പറയാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് പല സാഹചര്യങ്ങളൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് ഓടിച്ചെല്ലുവാൻ അല്ലെങ്കിൽ അടുത്ത് ചെല്ലുവാൻ കഴിയുന്നത് നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ മാത്രമാണ്. അതെ, ആ കർത്താവിൻ്റെ സന്നിധിയിൽ എന്നെ തന്നെ താഴ്ത്തുന്നു. ഇതിനകത്ത് മേളിൽ എഴുതിയിരിക്കുന്ന പോലെ 57 എഴുതിയിരിക്കുന്ന പോലെ, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്ത പോലെ അല്ല. അതെ, നമുക്കതിനകത്തൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. മന്ന തിന്നിട്ട് ദൈവം അവർക്കൊന്നും ഭക്ഷണം ഇല്ലാതിരിക്കുന്ന സമയത്ത് മന്ന ഇറക്കി കൊടുക്കുകയും മന്ന കഴിക്കുകയും ഒക്കെ ചെയ്തു. അവരും മരിച്ചുപോയി. പക്ഷേ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പം ഇതാകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്ത പോലെ അല്ല, ഈ അപ്പം തിന്നുന്നവർ എന്നേക്കും ജീവിക്കും. അതായത് കർത്താവിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ആ വചനം നമ്മൾ പൂർണ്ണമായിട്ടും അനുസരിക്കുകയും കർത്താവിനോട് ചേർന്ന് നടക്കുകയും ചെയ്യുന്നവർ, നമുക്ക് പൂർണ്ണമായിട്ടും ആ കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായിട്ടും നമ്മളെ തന്നെ താഴ്ത്താം. ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. അതുപോലെ തന്നെ എന്നോട് ഇടപെട്ട ഒരു 1-2 വാക്യങ്ങളുടെ ഞാൻ വായിക്കാം. നമ്മുടെ വെളിപ്പാടിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഇന്ന് ദൈവം എന്നോട് വളരെ വ്യക്തമായിട്ട് ഞാനിരുന്ന് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വചനം എന്നോട് സംസാരിച്ച ഒരു കാര്യം, വെളിപ്പാട് 20 നമുക്കൊക്കെ കേട്ടതും പരിചയമുള്ള വാക്യങ്ങളാണ്. 11 മുതലുള്ള വാക്യം ഞാൻ വായിക്കാം. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ അപാലപിടുത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനെ ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കെടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തികൾക്ക് വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മളിതൊക്കെ പ്രമാണിക്കുകയും നമ്മൾ കേൾക്കുകയും ദൈവത്തിൻ്റെ വചനമൊക്കെ നമ്മൾ കേൾക്കുന്നു, ധാരാളമായിട്ട് കേൾക്കുന്നു. അവസാനം ആ ജീവൻ്റെ പുസ്തകം തുറന്നു കഴിയുമ്പോൾ നമ്മുടെ അവസ്ഥ, അല്ലെങ്കിൽ നമ്മളായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ആ ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളവരായിട്ട് കാണാൻ കഴിയുമോ? അതിൻ്റെ താഴെ 21 താഴെ ഒരു വാക്യവും കൂടെ എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കാം. 7 മുതലുള്ള വാക്യങ്ങൾ. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ അതിൻ്റെ താഴെ ഒന്ന് എഴുതിയിരിക്കുന്നു, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർമടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും പോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്കയും അത്രേ. അത് രണ്ടാമത്തെ മരണം. അതിനകത്തും പറയുന്ന ഒരു കാര്യം, അതെ, ജയിക്കുന്നവന് അവകാശമായി കൊടുക്കുന്ന ഒരു കാര്യം. അത് കഴിഞ്ഞാൽ ആ തീപ്പൊയ്കയിലേക്ക് പോകുന്ന അവരുടെ അവസ്ഥയും കാണുന്നു. അതിനുശേഷം 21 അവസാനം എഴുതിയിരിക്കുന്ന ഒരു കാര്യം, കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും പോഷ്കം പ്രവഹിക്കുന്നവൻ ആരും അതിൽ കടക്കയില്ല. അതെ, ഞാൻ പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ന്നു. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ, നമ്മളെ ദൈവം വിളിച്ച് വേർതിരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ ആക്കിയിരിക്കുമ്പോൾ, ഇന്ന് നമ്മൾ കൂടിയിരിക്കുമ്പോൾ, അതെ, കർത്തൃമേശയും നമ്മുടെ പക്കലുണ്ട്. നമ്മളിതൊക്കെ ആയിരിക്കുമ്പോഴും തീർച്ചയായിട്ടും നമ്മളെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ താഴ്ത്താം. കാരണം അവസാനം കർത്താവ് ചോദിക്കുന്ന പോലെ എല്ലാ മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിടുന്നു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേടി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇതൊരു പേടിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അതൊരു ഭയപ്പെടുത്തുന്ന കാര്യമായിട്ടല്ല. അതിനെ വളരെ ഞാനിങ്ങനെ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചപ്പോൾ, അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ കാണുകയായിരുന്നു, നമ്മളിതൊക്കെ പ്രമാണിക്കുന്നു, നമ്മളിതൊക്കെ അനുസരിക്കുകയും നമ്മൾ യഥാർത്ഥമായിട്ടും നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊന്ന് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളിതൊക്കെ പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ ഇതില്ലാതെ പോയാൽ നമ്മളിവിടെ നിന്ന് പറയുകയും നമ്മൾ പ്രവൃത്തിയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പ്രവൃത്തി, അതെ, ഇതിലൂടെ എല്ലാം നമ്മൾ കടന്നു പോകേണ്ട അവസ്ഥയുണ്ട്. കാരണം മരിച്ചവർ ആപാലപിടുത്തവും സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്ന ഒരവസ്ഥ, അതെ, ആ സമയത്ത് പുസ്തകങ്ങൾ തുറക്കുന്ന ഒരവസ്ഥ, അതെ, ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. അതെ, പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. അതെ, നമ്മുടെ എല്ലാം ജീവിതത്തിനകത്ത് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടവരെ തന്നെയാണ്. അതെ, കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ആ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ
അതെ, നമുക്ക് ഇവിടെ നിന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും നമ്മളിവിടെ നിന്ന് പറയുന്നു, നമ്മൾ ഇന്ന് കേൾക്കുന്നു, ധാരാളമായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ കടന്നു പോകുന്ന ഓരോ അവസ്ഥകളിലും, അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന ഓരോ സാഹചര്യങ്ങൾ, അതെ, കർത്താവ് പലപ്പോഴും ആ ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുമ്പോൾ, നമ്മോട് ഇടപെടുമ്പോൾ നമ്മൾ എത്രമാത്രം അതിനെ ഉൾക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മളിലുള്ള ഇരുട്ട് നീങ്ങി വെളിച്ചം നമ്മളിൽ എത്രമാത്രം പ്രകാശിക്കുന്നു, അതോ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഈ കേൾക്കുകയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ആ ഇരുട്ടിൻ്റെ മറവിൽ ആകാനാണോ ആഗ്രഹിക്കുന്നുള്ള കാര്യം നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. നമ്മളെ തന്നെ ഒന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അതെ, ശിഷ്യന്മാർ പറഞ്ഞ പോലെ നിത്യജീവ മൊഴികൾ നിന്നിലുണ്ട് പറഞ്ഞേ, അതെ, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകും? അല്ലെങ്കിൽ ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ ആയിരിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. ആമേൻ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.